ഷലോം സഹോദരങ്ങളെ, ഷബ്ബാത്ത് ഷലോം. നമുക്കറിയാം, വെള്ളിയാഴ്ച സൂര്യാസ്തമയം മുതൽ ശനിയാഴ്ച സൂര്യാസ്തമയം വരെ ശബ്ബാത്താണെന്നല്ലേ. യേശുവായും ശിഷ്യന്മാരും എല്ലാ ശബ്ബത്തിലും വചനം പ്രസംഗിച്ചിരുന്നു എന്ന് നമുക്കറിയാം. അതിനാൽ ദൈവമക്കളായ നാം ശബ്ബത്തിൽ ദൈവവചനം വായിക്കാനും ചിന്തിക്കാനും പറയാനും ഒക്കെ കടപ്പെട്ടവരാണ്. നമ്മുടെ ആബയ്ക്ക് അത് വലിയ ഇഷ്ടമാണ്. അപ്പോൾ എന്നെ ശ്രവിക്കുന്ന നിങ്ങളെല്ലാവരും ഇന്ന് വിശ്രമിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ അപ്പന് ഇഷ്ടമുള്ള കാര്യങ്ങളും കൂടി ചെയ്യണം. 6 ദിവസവും നാം നമ്മുടെ ഇഷ്ടം പ്രവർത്തിക്കുമ്പോൾ ഈ 7ാമത്തെ വിശുദ്ധമായ ദിവസത്തിൽ വിശ്രമത്തിന് മാത്രം മാറ്റിവെച്ച് എപ്പോഴും ഉറങ്ങാതെ കുറച്ച് സമയം നമ്മൾ ദൈവത്തിൻ്റെ ഇഷ്ടം കൂടി അറിഞ്ഞ് പ്രവർത്തിക്കണം. അപ്പോൾ എല്ലാവർക്കും വചനം വായിക്കാനും പറയാനും പ്രവർത്തിക്കാനും ഒക്കെ ഈ ദിവസം കഴിയട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശബ്ബാത്ത് ഷലോം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വിഷയം എന്ന് വെച്ചാൽ രൂപങ്ങളെക്കുറിച്ചാണ്. അതായത് ഏക സത്യ ദൈവത്തിന് ഒരു രൂപമില്ല. രൂപമില്ലാത്ത ഒരു ദൈവത്തെ നിനക്ക് സങ്കല്പിക്കാൻ കഴിയണം. എങ്കിലേ യഥാർത്ഥ ദൈവത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ചിലപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്കത് ഈസി ആണെന്ന് തോന്നും. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ നമുക്ക് അത് പ്രാവർത്തികമാക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ ക്രിസ്ത്യാനികളോടാണ് ഞാൻ പ്രത്യേകമായിട്ട് ഇത് പറയുന്നത്. അതായത് ഏതൊരു മനുഷ്യനായാലും അവൻ ഏതൊരു മതത്തിലായാലും ദൈവം എന്ന ഒരു സങ്കല്പത്തിന് അവൻ്റെ മനസ്സിൽ ഒരു രൂപമുണ്ടാകും. അത് ചിലപ്പോൾ കുരിശായിട്ടാകാം, കൊന്തയായിട്ടാകാം, അല്ലെങ്കിൽ പല വിഗ്രഹങ്ങളുടെ രൂപത്തിലായിരിക്കാം. അപ്പോൾ ആ രൂപത്തിനെ നോക്കിയിട്ടാണ് അവൻ പ്രാർത്ഥിക്കുന്നത്, അവൻ വിശ്വസിക്കുന്നത്. അവൻ പ്രാർത്ഥിക്കുന്ന ആ രൂപമാണ് ദൈവം. ആ രൂപമാണ് എനിക്ക് കാര്യങ്ങൾ സാധിച്ചു തരുന്നേ എന്നുള്ള ഒരു ചിന്തയോടുകൂടിയാണ് ഒരു മനുഷ്യൻ ഒരു രൂപത്തെ നോക്കി പ്രാർത്ഥിക്കുന്നത്. എന്നിട്ട് മറ്റുള്ളവരുടെ രൂപങ്ങളെല്ലാം വിഗ്രഹമാണ് എന്ന ഒരു ചിന്തയും കൂടെ അവനുണ്ടാവും. ഒരു ക്രിസ്ത്യാനി എപ്പോഴും വിചാരിക്കുന്ന ഒരു ചിന്തയാണ്, എന്താ പറയുക, ഹിന്ദുക്കളെയൊക്കെ കണ്ടില്ലേ, അവരൊക്കെ കല്ലിനെയും മൃഗങ്ങളെയും അല്ലെങ്കിൽ രാക്ഷസ രൂപങ്ങളെയും പാമ്പിനെയും ഒക്കെ ആരാധിക്കുന്നു. അപ്പം അതൊക്കെയാണ് വിഗ്രഹാരാധന. പക്ഷേ ഞാൻ ആരാധിക്കുന്ന ഈ വിഗ്രഹം, അതായത് ആ രൂപം, അതിൽ യേശുവാണെന്നും മാതാവ് ആണെന്നും ഒക്കെ ചിന്തിച്ചുകൊണ്ട് അതിനോട് പ്രാർത്ഥിക്കുന്ന ഒരു ക്രിസ്ത്യാനിക്ക് തോന്നും താൻ വിഗ്രഹാരാധനയല്ല ചെയ്യുന്നത്. പക്ഷേ മറ്റുള്ളവർ, ഇപ്പോൾ നമുക്ക് തമിഴ്നാട്ടിലൊക്കെ പോയാൽ കാണാം അല്ലേ, ഒരു കല്ലിന്മേ തന്നെ അവർ എന്തെങ്കിലും കുങ്കുമോ അല്ലെങ്കിൽ ഭസ്മോ ഒക്കെ വാരി വിതറി അതിനോട് പ്രാർത്ഥിക്കുന്നതും. അപ്പോൾ അതും അവരുടെ കാര്യങ്ങളും സാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിഗ്രഹാരാധന. അവരെയൊക്കെ നോക്കി പുച്ഛിച്ചുകൊണ്ട് പല ക്രിസ്ത്യാനികളും പറയണ കേട്ടിട്ടുണ്ട്, ദൈവം ഇവർ എന്താ അല്ലെ ഇങ്ങനെ ഒരു കല്ലിനൊക്കെ പൂജിക്കണേ, എന്ത് മണ്ടന്മാരല്ലേ എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ മൂഢനായ ക്രിസ്ത്യാനിയെ, നീയും അവർക്ക് തുല്യരാണ്, നീ എന്താ അറിയാത്തേ? അവരറിയാതെയാണ് തെറ്റ് ചെയ്യുന്നതെങ്കിൽ നീയോ അറിഞ്ഞിട്ടാണ് തെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആർക്കാ ശിക്ഷ കൂടുതൽ ലഭിക്കുക? നിനക്കാണ് ശിക്ഷ കൂടുതൽ ലഭിക്കുക അവരെക്കാളും. അവൻ അറിയാതെ ആരാധിച്ചപ്പോൾ, പക്ഷെ അവൻ നീതിമാനായിട്ടായിരിക്കാം ചിലപ്പോൾ ജീവിക്കുന്നത്. ഒരു പക്ഷെ അവൻ സ്വർഗത്തിൽ പോകുമായിരിക്കാം. പക്ഷെ നിന്റെ കാര്യം അതാണോ? ജീവന്റെ പുസ്തകം നിനക്ക് തന്നിട്ട് അത് നിന്റെ കയ്യിൽ വെച്ചിട്ട് നിന്നെ വിളിച്ച് ക്രിസ്ത്യാനിയാക്കിയിട്ട് എന്നിട്ട് നീ തെറ്റ് ചെയ്താൽ ദൈവം നിന്നോട് ക്ഷമിക്കുമോ? നീ ശരിക്കും ദൈവത്തെ ചതിക്കുകയല്ലേ ചെയ്യുന്നത്? അവൻ്റെ പാമ്പിൻ്റെ വിഗ്രഹവും നിന്റെ മാതാവിൻ്റെ അല്ലെങ്കിൽ യേശുവായുടെ വിഗ്രഹവും മണ്ണ് തന്നെയല്ലേ, കല്ല് തന്നെയല്ലേ? ഒരു മനുഷ്യൻ്റെ രൂപമാണ് എന്ന് വെച്ചിട്ട് ആ ഒരു കല്ലിന് അല്ലെങ്കിൽ ആ മണ്ണിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? പല രൂപത്തിൽ തന്നെ ഉണ്ടാക്കാമല്ലോ. നിന്റെ കയ്യിൽ ദൈവം വന്നിരിക്കുന്നത്, അവൻ്റെ കയ്യിൽ സാത്താൻ വന്നിരിക്കുന്നു ഉള്ള നിന്റെ വിശ്വാസം.
നിന്റെ കയ്യിൽ ആ വിഗ്രഹം നോക്കുമ്പോൾ ദൈവത്തെ കാണും നീ. പക്ഷെ അവൻ്റെ കയ്യിൽ ആ കല്ലിനെ നീ സാത്താനാണെന്ന് പറയും അല്ലേ? അപ്പം അത് ശരിയാണോ? നീ ഒന്ന് ഓർത്ത് നോക്കിയേ, ഈ രണ്ട് കല്ലിലും വന്ന് ഇരിക്കുന്നതും നിങ്ങൾക്കൊക്കെ അനുഗ്രഹം തരുന്നതും സാത്താൻ തന്നെയാണ്. ദൈവത്തിന് കിട്ടേണ്ട ആരാധന അത് സാത്താൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു ഒരു എന്താ പറയുക, ദൈവത്തെ പോലെ ആകണം എന്നുള്ള ഒരു ചിന്ത, അഹങ്കാരം, അതാണ് സാത്താൻ എപ്പോഴും ഉള്ളത്. അപ്പം അവനെ ഏത് പേരിട്ട് വിളിച്ചാലും, ഏത് രൂപത്തിലിട്ട് വിളിച്ചാലും, ഒരു കല്ലിലിട്ട് വിളിച്ചാലും അവൻ അതിലൊക്കെ വന്ന് കയറിയിരിക്കും. മനസ്സിലായോ? നിങ്ങൾക്ക് വേണ്ട അനുഗ്രഹങ്ങളും അവർ തരും. ഇനി നിങ്ങൾക്കൊരു സംശയം ഉണ്ടെങ്കിൽ ഒരു കരിക്കട്ട എടുത്തിട്ട്, ഒരു ഉദാഹരണം പറയണതാ, ഒരു കരിക്കട്ട കഷ്ണം എടുത്ത് തുടച്ച് വൃത്തിയാക്കിയിട്ട് അത് നീ സീല് ചെയ്ത് ഒരു ഫോട്ടോൻ്റെ രൂപത്തിലാക്കിയിട്ട് എല്ലാ ദിവസവും നീ അതിനോട് പോയി നിന്റെ വിശേഷങ്ങളൊക്കെ സംസാരിക്കുക. അതിൽ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുക. നിന്റെ വിശ്വാസം പൂർണ്ണമാണ് എങ്കിൽ ആ കരിക്കട്ടയിൽ നിന്നും നിനക്ക് നിന്റെ അനുഗ്രഹങ്ങളൊക്കെ സാധിച്ചു കിട്ടും, അത്ഭുതങ്ങൾ ഉണ്ടാകും. പക്ഷേ അവിടെ ഒരു സത്യമുണ്ട്. ആ കരിക്കട്ട ദൈവമാണ് എന്ന് നീ വിചാരിച്ചു എന്ന് ചിന്തിച്ചിട്ട് അത് ദൈവമാകുമോ? ഇല്ല. അപ്പോൾ ആ കരിക്കട്ടയിൽ ഇരിക്കുന്നത് ആരാണ്? സാത്താൻ. അപ്പോൾ നീ അവിടെ സബ് കോൺഷ്യസ് മൈൻഡ് ഉപയോഗിച്ച് ആ കരിക്കട്ടയെ ദൈവമാണ് എന്ന് കണ്ട് വർത്തമാനം പറയുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിൽ മാത്രം ജീവിക്കുന്ന സാത്താൻ അത് കേൾക്കും. അവൻ അനുഗ്രഹവും നിനക്ക് തരും. അവനറിയാം അതിലൂടെ, ആ കരിക്കട്ടയിലൂടെ നീ കൂടുതൽ വിശ്വസിക്കുകയും നീ യഥാർത്ഥ ദൈവത്തിൽ നിന്ന് ഡൈവേർട്ട് ചെയ്തു പോവുകയും എന്ന്. അപ്പം സാത്താൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അതാണ്. കർത്താവിൻ്റെ 10 കൽപ്പനയിൽ ആദ്യത്തെ 5 കൽപ്പനയും പറയുന്നത് ഏകസത്യ ദൈവത്തെക്കുറിച്ചാണ് അല്ലേ? ദൈവം ഏകനാണെന്ന് പറയുമ്പോൾ സാത്താൻ പോലും വിറയ്ക്കുന്നത് അവനറിയാം സത്യം എന്താണെന്ന്. അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിൽ നിന്ന് നിങ്ങളെല്ലാം ഡൈവേർട്ട് ചെയ്യാൻ ഈ സാത്താൻ എന്ത് സ്വഭാവം വേണമെങ്കിലും കാണിക്കും, എന്ത് അനുഗ്രഹം വേണമെങ്കിലും നിനക്ക് തരും. അതാണ് സംഭവിക്കുന്നത്. നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയറായോ? അതായത് അവിടെ നിനക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് നിന്നെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ സ്നേഹമാണ്. ജീവനുള്ള ഒരാളെ ഇപ്പം നമ്മൾ മാലയൊക്കെ ഇട്ട് പൂജിക്കുന്നത് ആരെയും? മരിച്ചവരുടെ ഒരു ഫോട്ടോയിലായിരിക്കും മാലയിട്ട് പൂജിക്കുന്നത് അല്ലേ? ജീവനുള്ളവരുടെ ഫോട്ടോയിലൊന്നും നമ്മൾ മാല ഇടില്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾ മാലയിട്ട് പൂജിച്ച് ജീവനുള്ള ദൈവത്തിന് ഒരു രൂപമില്ല. ചത്തുപോകുന്നവർക്കാണ് മാലയിട്ട് പൂജിക്കുക അല്ലേ? അപ്പോൾ നിങ്ങൾ മാലയിട്ട് പൂജിക്കുന്നതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ ദൈവം ചത്തുപോയി. പക്ഷെ ഞങ്ങളുടെ ദൈവം അങ്ങനെയല്ല, ജീവനുള്ള ദൈവമാണ്. ജീവനുള്ള ദൈവത്തിനെ മാലയിട്ട് പൂജിക്കേണ്ട ആവശ്യമില്ല, ഒരു രൂപമില്ല. ഇപ്പോഴാണെങ്കിൽ AI വന്ന് തുടങ്ങിയപ്പോൾ പല ദൈവത്തിൻ്റെ മുഖങ്ങൾ, രൂപങ്ങൾ, കണ്ണും മൂക്കും ഒക്കെ സിനിമാ നടന്മാരുടെയും ഫേമസ് ആയിട്ടുള്ള പലരുടെയും മുഖങ്ങളൊക്കെയാണ്. എന്നിട്ടും അതും വെച്ച് പ്രാർത്ഥിക്കുകയാണ്. അല്ലയോ ക്രിസ്ത്യാനിയെ, യഥാർത്ഥ ജീവനുള്ള ദൈവത്തിന് രൂപമില്ല. ദൈവം തന്നെ ചോദിക്കുന്നു, നിയമാവർത്തനം 4:15 ഹോറേബിൽ ഞാൻ തീയുടെ നടുവിൽ സംസാരിച്ചപ്പോൾ എനിക്ക് അവിടെ ഒരു രൂപം നീ കണ്ടിരുന്നോ? എനിക്ക് രൂപമൊന്നും നീ കണ്ടില്ലല്ലോ. അതിനാൽ ഒരു രൂപവും നീ ഉണ്ടാക്കി അതിനെ നമസ്കരിച്ച് അതിൻ്റെ മുൻപിൽ നീ പ്രണമിക്കരുത്, പ്രാർത്ഥിക്കരുത്, നീ തെറ്റ് ചെയ്യല്ലേ, വഷളത്വം കാണിക്കല്ലേ എന്ന് അവിടെ എഴുതി വെച്ചേക്കണേ അല്ലേ? അപ്പോഴും ക്രിസ്ത്യാനികൾ പറയും ഇല്ല, ഞങ്ങൾ വിഗ്രഹാരാധികളല്ല എന്ന് ആവർത്തിച്ച് പറയും. ഇങ്ങനെ ആവർത്തിച്ച് പറയുന്ന ക്രിസ്ത്യാനിയോട് ഞാൻ ചോദിക്കുകയാണ്, രൂപമില്ലാത്ത ഒരു ദൈവത്തിനെ പ്രത്യാശയോടുകൂടി വിളിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? സാധിക്കില്ല കൂട്ടരെ. സത്യമാണ്, എനിക്കത് ഉറപ്പാണ്. ഞാനത് ഉറപ്പിച്ച് പറയാനായിട്ട് എനിക്ക് കഴിയും. കാരണം ഞാനും ഒരു ക്രിസ്ത്യാനിയായിരുന്നു, നിങ്ങളെപ്പോലെ തന്നെ ആയിരുന്നു ഞാനും. മനസ്സിലായോ? അപ്പോൾ ദൈവം എന്നെ കണ്ണ് തുറപ്പിച്ചതും എന്നെ സ്നേഹിച്ചതും എനിക്ക് സത്യദൈവത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞതും എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു ട്രാജഡിയിലൂടെ ആയിരുന്നു. ഞാൻ ഈ കഥ നിങ്ങളോട് പലവട്ടം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതായത്
എൻ്റെ മകൾക്ക് പെട്ടെന്ന് തന്നെ ഒരു ദിവസം പനി വരികയും ഞാൻ എൻ്റെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ പെട്ടെന്ന് തന്നെ രോഗാവസ്ഥ മൂർച്ഛിക്കുകയും വെയിറ്റ് ചെയ്യാൻ പറ്റാതെ ബ്ലഡിലെ കൗണ്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൂടി പെട്ടെന്ന് തന്നെ എന്നോട് ആ ഹോസ്പിറ്റലിൽ നിന്ന് വേറെ കുറേ ദൂരെയുള്ള ഒരു ഉയർന്ന ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു, കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഈ സംഭവം. അപ്പോൾ അത് ഡ്യൂട്ടിയിൽ നിന്ന് ഞാൻ ഇറങ്ങി ഓടി മോളെയും കൊണ്ട് ആ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വന്നതിനാൽ എൻ്റെ കയ്യിൽ ഒരു കൊന്തയോ ഒരു കുരിശോ രൂപമോ ഒന്നും എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ആ സാഹചര്യത്തിൽ ആ വലിയ ഹോസ്പിറ്റലിൽ എന്നോട് പലരും ചോദിക്കാറുണ്ട്, നീ എങ്ങനെ ഇതിലേക്ക് വന്നു, അല്ലെങ്കിൽ നിനക്ക് എങ്ങനെ തോന്നി എന്നൊക്കെ, ഈ വിശ്വാസത്തിലേക്ക് എങ്ങനെ വന്നു നീ, അങ്ങനെയൊക്കെ ചോദിക്കുന്നവർക്കും കൂടിയുള്ള ഒരു ആൻസറും കൂടിയാണത് കേട്ടോ. അപ്പോൾ ഞാൻ ആ വലിയ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അത് വേറെ മതത്തിൽപ്പെട്ട ഒരു ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ അവരുടെ കുറേ വിഗ്രഹങ്ങളായിരുന്നു. അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അന്ന് നിങ്ങളുടെ മൈൻഡായിരുന്നു എനിക്ക്, അതായത് മറ്റുള്ളവരൊക്കെ ആരാധിക്കുന്നത് വിഗ്രഹാരാധകർ, ഞങ്ങൾ സത്യദൈവത്തെയാണ് ആരാധിക്കുന്നത്, ആ മൈൻഡിലായിരുന്നു അന്ന്. അപ്പോൾ അവിടെ കാണുന്ന വിഗ്രഹങ്ങൾ, അപ്പോൾ അതിലൊന്നും എനിക്ക് പറ്റില്ലല്ലോ, നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മളവിടെ ചെല്ലുന്നത്. അങ്ങനെ കുട്ടിയെ നേരെ ICUവിലേക്ക് കയറ്റുകയും പിന്നീട് പെട്ടെന്ന് എൻ്റെ കയ്യിൽ നിന്ന് കാര്യങ്ങളെല്ലാം പോയി. വളരെ സീരിയസ് ആയി. എൻ്റെ മകൾ മരിച്ചുകൊണ്ടിരിക്കുന്നു. അവളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ലിവർ മാറ്റി വെക്കണം, 35 ലക്ഷം രൂപ വേണം, 29 പൈൻറ്റ് നമുക്ക് ബ്ലഡ് കയറ്റണം, അതും O- ഗ്രൂപ്പാണ്. ഈ ഗ്രൂപ്പിലുള്ള ഒരാൾ ഞങ്ങളുടെ ബന്ധുക്കളിലില്ല, എൻ്റെയോ ഹസ്ബൻഡിൻ്റെയോ എന്നല്ല, ആർക്കും ഈ ഒരു ഗ്രൂപ്പിലില്ല. ഈ ഗ്രൂപ്പിലുള്ള ലിവറോ ബ്ലഡോ ഒന്നും നമ്മുടെ കിട്ടാനില്ല, നമ്മുടെ കയ്യിലില്ല, സഹായിക്കാനായിട്ട് ഒരു മനുഷ്യനില്ല. പ്രത്യേകിച്ച് അന്ന് കോവിഡ് കാലഘട്ടമായിരുന്നു. അപ്പോൾ അവിടെ ആരാധനാലയങ്ങൾ ഒന്നും തന്നെ തുറന്നിട്ടില്ല, എല്ലാം അടച്ചിട്ടേക്കാം. ഹെൽപ്പിന് വരാനായിട്ട് ആർക്കും സാധിക്കുന്നില്ല. എൻ്റെ ഹസ്ബൻഡിനാണെങ്കിൽ കൊറോണ. പിന്നെ എനിക്ക് വേറെയും കുട്ടികളുണ്ട്. അപ്പോൾ ഇളയ കുട്ടി വളരെ ചെറിയ കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടികളെ അമ്മയുടെ അടുത്ത് ആക്കിയിട്ടാണ് ഞാൻ ഓടിപ്പോയത്. വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരെയാണ് ഈ ഹോസ്പിറ്റൽ. ഒരു 6 മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത്. അപ്പോൾ ഈ ഫോണിൽ കൂടെ കരച്ചിൽ മാത്രം, ആശ്വാസം കണ്ടെത്താനായിട്ട് ഒന്നുമില്ലാത്ത അവസ്ഥ. ഒരാളിൽ നമുക്കൊരു ആശ്വാസം കിട്ടുന്നില്ല, ആരും സഹായിക്കാനില്ലാത്ത ഒരു അവസ്ഥ. അന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ നമുക്ക് ഒരു ആശ്രയത്തിന് ഒരു കൊന്തയോ ഒരു കുരിശോ ഒരു രൂപോ ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. നമ്മളെപ്പോഴും ക്രിസ്ത്യാനികൾ വിചാരിക്കും, അങ്ങനത്തെ രൂപമൊന്നും ആവശ്യമില്ല, ദൈവത്തിനെ പ്രാർത്ഥിക്കാൻ എന്നൊക്കെ വിചാരിക്കും അല്ലേ. പക്ഷെ ആ സമയത്ത് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, എന്തെങ്കിലും ഒരു രൂപം ആവശ്യമാണ്. ആ ഒരു സാഹചര്യമായിരുന്നു അന്ന്. ICUവിൻ്റെ ഫ്രണ്ടിൽ എന്താ പറയുക, കരഞ്ഞ് തളർന്ന് കണ്ണടച്ച് ദൈവത്തിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഇരുന്നിട്ടും ഒരു കൊന്തയ്ക്കോ അല്ലെങ്കിൽ ഒരു കുരിശിനോ വേണ്ടി ദാഹിക്കുന്ന ഒരു മനസ്സ്, ദൈവത്തെ കണ്ടെത്താൻ കഴിയാത്ത മാതിരി, നമുക്ക് ആ കണക്ഷനോ ദൈവത്തെ കിട്ടുന്നില്ല. അങ്ങനത്തെ ഒരു അവസരം. ആ സമയത്താണെങ്കിൽ ചുറ്റും കഴുകരെ പോലെ അവസരം മുതലെടുക്കാനായിട്ട് ഒരുപാട് പേര്. സാത്താൻ്റെ പ്രലോഭനങ്ങൾ വേറെ, കയ്യിൽ 10 പൈസ ഇല്ല, സകലത്ര ഇരുട്ട്, പ്രത്യാശയുടെ ഒരു വെളിച്ചം പോലും കാണാൻ കഴിയുന്നില്ല. ദൈവം പോലും എന്നെ കൈവിട്ടോ, ദൈവം എന്ത് എന്നൊക്കെ തോന്നിയ ഒരു നിമിഷം. അപ്പം ഞാൻ തന്നെ ചിന്തിച്ചു, എനിക്കിനി എവിടെയും ഒരു രക്ഷയില്ല, എത്രയും പൈസ ഉണ്ടാക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. അതുമാത്രമല്ല ആരുമില്ല, ഞാൻ തന്നെ എന്ത് ചെയ്യും, ദൈവത്തെയും നമുക്ക് കിട്ടുന്നില്ല. ഞാൻ കുറേ അച്ഛന്മാരുടെയൊക്കെ ഫോണിലേക്കൊക്കെ വിളിച്ചായിരുന്നു, പക്ഷെ ആരും സഹായത്തിനില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, എൻ്റെ മകൾ മരിച്ചു പോയിക്കോട്ടെ, ദൈവമേ മരിച്ചു പോയിക്കോട്ടെ, വേറെ ഒരു രക്ഷയില്ല. അങ്ങനെ ഞാൻ ചിന്തിച്ചു. അതിനായിട്ട് ഞാൻ ഒരുങ്ങി, എൻ്റെ മനസ്സിനെയും ഞാൻ ഒരുക്കി. നിർജീവരായിട്ടിരിക്കാന്നൊക്കെ പറയില്ല, ആ ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ അവിടെ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ സൃഷ്ടാവായ അപ്പനെ തിരിച്ചറിഞ്ഞത്, രൂപമില്ലാത്ത ദൈവത്തിനെ തിരിച്ചറിഞ്ഞത് അന്ന് അവിടെ വെച്ചിട്ടാണ്. എന്നോട് ദൈവം ചോദിക്കാം, മകളെ നിനക്ക് എന്നെ ആരാധിക്കാൻ എന്തിനാ നീ രൂപത്തെ തിരയുന്നേ? ഒരു രൂപമാണോ നിന്റെ ദൈവം? ഞാനല്ലേ, നിന്റെ ഉള്ളിൽ തന്നെ ഞാനുണ്ട്. അപ്പം എൻ്റെ ഉള്ളിൽ തന്നെയുള്ള എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവിനെ അന്നാണ് ഞാൻ കണ്ടെത്തിയത്. ദൈവം നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് എന്ന സത്യം അപ്പോൾ മുതലാണ് യഥാർത്ഥ ജീവനുള്ള
എൻ്റെ അപ്പനായ ഇസ്രായേലിൻ്റെ ദൈവത്തെ അറിഞ്ഞത്, ആ സ്നേഹം അനുഭവിക്കാൻ തുടങ്ങിയത് ഞാൻ അന്ന് മുതലാണ്. എൻ്റെ പ്രിയ സഹോദരൻ, എന്നെ കെട്ടിപ്പിടിച്ച് എൻ്റെ അപ്പൻ ആശ്വസിപ്പിച്ചു. എനിക്ക് അത് ആദ്യമായിട്ട് ഫീൽ ചെയ്തു, എൻ്റെ അപ്പൻ എന്നെ ആശ്വസിപ്പിക്കുന്നത്. അതായത് ഏത് വഴിയെ പോകണമെന്ന് ചിന്തിക്കുമ്പോൾ നമുക്കൊരു നേതൃത്വം നൽകാൻ ഒരാളില്ലാത്ത ഒരവസ്ഥ, ആ അവസ്ഥയിൽ എന്നെ കെട്ടിപ്പിടിച്ച് എൻ്റെ ആബ പറഞ്ഞു, നീ ഈ വഴി വേണം പോകാനായിട്ട്. ഒരപ്പനെ ഒരു കുഞ്ഞു മോളെ എങ്ങനെ വഴി നടത്തും? നീ ആദ്യം എന്ത് ചെയ്യണം? നീ ആദ്യം എന്ത് സംസാരിക്കണം? എന്താണ് നീ പ്രവർത്തിക്കണ്ടേ? ഓരോ സ്റ്റെപ്പും എനിക്ക് എൻ്റെ ആബ പറഞ്ഞു തന്നു. അങ്ങനെ അപ്പോൾ അത് ഞാൻ കേൾക്കും തോറും എനിക്ക് കൂടി വന്നു. ഞാൻ എപ്പോഴും ആബയോട് വർത്താനം പറയാൻ തുടങ്ങി. അപ്പോൾ ആബ എന്നോട് എപ്പോഴും സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ അതുവരെ ഞാൻ വിചാരിച്ചിരുന്നത് നമുക്ക് ദൈവത്തിലേക്ക് എത്താനായിട്ട് പറ്റില്ല, നമ്മൾ അച്ഛന്മാർ അങ്ങനെയാണല്ലോ നമ്മളെ പഠിപ്പിക്കണേ, പാപികളായ നമ്മൾ ദൈവത്തിലേക്ക് എത്താനായിട്ട് നമുക്ക് സാധിക്കില്ല. അപ്പോൾ നമ്മൾ മധ്യസ്ഥരെ വേണം, അല്ലെങ്കിൽ മാതാവിനെ വേണം, അങ്ങനെയൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നേ. പക്ഷെ അന്ന് നമുക്ക് നേരിട്ട് ദൈവത്തിൽ ആശ്രയിക്കാം. ഒരപ്പനെ പോലെ ഏത് നിമിഷത്തിലും നമുക്ക് അപ്പൻ്റെ അടുത്തേക്ക് കടന്നു ചെല്ലാം, രൂപമില്ലാതെ പ്രാർത്ഥിക്കാനും എനിക്ക് അന്ന് സാധിച്ചു. അതുവരെ ക്രൈസ്തവ സഭയിൽ ടോപ്പായിരുന്നു ഞാൻ. അതായത് കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട അച്ഛന്മാരുടെയും കോണ്ടാക്ട് നമ്പർ എൻ്റെ കയ്യിലുണ്ട്. സഭ പറഞ്ഞു തന്ന പോലെയായിരുന്നു ഞാൻ ജീവിച്ചു കൊണ്ടിരുന്നത്. എന്താ പറയുക, സമൂഹം നല്ല കുട്ടി എന്ന മുദ്ര എനിക്ക് തന്നു. ഒരുപക്ഷെ എല്ലാവരും എന്നെക്കുറിച്ച് നല്ലത് പറയണം, മറ്റുള്ളവർ എന്നെക്കുറിച്ച് നല്ലത് ചിന്തിക്കണം എന്നൊക്കെ ഞാൻ എപ്പോഴും കരുതിയിരുന്നു. അന്ന് അവിടെ വെച്ചിട്ട് എൻ്റെ ജഡമോഹങ്ങൾ മരിച്ചു. ആ ആപത്ത് ഘട്ടത്തിൽ ഞാൻ പല വലിയ പുരോഹിതന്മാരെ വിളിച്ച് കരഞ്ഞിട്ടും ആരും രക്ഷിക്കാനും ഫോൺ എടുക്കാനും ഇല്ലാത്ത അവസരത്തിൽ, ആർക്കും എന്നെ രക്ഷപ്പെടുത്താൻ കഴിയാതിരുന്ന ആ അവസരത്തിൽ എൻ്റെ ഒറിജിനൽ അപ്പനെ ഞാൻ തിരിച്ചറിഞ്ഞു. ഒരുപക്ഷെ അന്ന് ആ ഫോൺ കോളുകൾ കിട്ടാതിരുന്നതും അവർ എന്നോട് കൂടുതൽ സംസാരിക്കാതിരുന്നതൊക്കെ കർത്താവ് ഉണ്ടാക്കിയ ഒരു വഴികളായിരുന്നു. കിട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷെ ഞാനും വീണ്ടും അവരുടെ ചതിക്കുഴിയിൽ വീണ് പോയേനെ. അപ്പോൾ ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന ആ 6 മാസത്തിനാണ് ഞാൻ മാറിയത്, ഒരു പുതിയ വ്യക്തിയായിട്ട് മാറിയത്. പ്രിയ സഹോദരൻ, എൻ്റെ മകൾ രക്ഷപ്പെട്ടു. അന്ന് 2 വ്യക്തികളുടെ വാക്കുകൾ ഇന്നും എൻ്റെ ചെവിയിൽ അലയടിച്ചു കൊണ്ടിരിക്കുക. ഒന്ന് ഡോക്ടർ. ആ ഡോക്ടർ എന്നോട് പറഞ്ഞത് 35 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞപ്പോൾ അന്തിച്ച് നിന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് പൈസ കിട്ടും, നീ അതിനെപ്പറ്റി നീ വിഷമിക്കേണ്ട, നിനക്ക് പൈസ എങ്ങനെയെങ്കിലുമൊക്കെ കിട്ടും. പക്ഷേ ആർക്കും കിട്ടാത്ത ആ ഗ്രൂപ്പ്, O- ഗ്രൂപ്പിലുള്ള ലിവർ കിട്ടാനാണ് നിനക്ക് പാട്, അതിനായിരിക്കും നീ കൂടുതൽ കഷ്ടപ്പെടേണ്ടി വരാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊന്നും അധികം മനസ്സിലായില്ല. ഞാൻ കുറേ പരസ്യങ്ങൾ കൊടുത്തു, കുറേ കരഞ്ഞു, ഒരുപാട് പേരോട് എന്താ പറയുക നമ്മളുടെ സങ്കടം പറഞ്ഞ് ഒക്കെ ചെയ്തു. പക്ഷേ ആ പറഞ്ഞ സത്യമായിരുന്നു. മനസ്സിലായി. പൈസ എനിക്ക് പലരും കടമായിട്ടും അല്ലാതെയും സഹായങ്ങളൊക്കെ എത്തിക്കൊണ്ടിരുന്നു. പക്ഷേ എനിക്ക് O- ഗ്രൂപ്പുള്ള ഒരു ലിവർ കിട്ടിയിരുന്നില്ല. അത് ഒന്നാമത്തെ വ്യക്തി, ആ ഡോക്ടർ. രണ്ടാമത്തെ വ്യക്തി അവിടെ ഉണ്ടായിരുന്ന വ്യാജ ഏജൻറ്റ്, അതിലൊരാൾ നമ്മുടെ ചുറ്റും ഇങ്ങനെ നടക്കും. ആ ആള് എന്നോട് 25 ലക്ഷം രൂപ 50 ലക്ഷം രൂപയ്ക്കൊക്കെ ലിവർ തരാം എന്ന് പറഞ്ഞ്, ഞാൻ പൈസ ഇല്ല നമ്മുടെ കയ്യിൽ. അപ്പോഴും അയാളും പറയണത് പൈസ നിങ്ങളുടെ കയ്യിലെത്തും, എങ്ങനെയെങ്കിലുമൊക്കെ എത്തും, അപ്പം തന്നാൽ മതി, ഇത്രയും പൈസ അത്രയും പൈസ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഒരു ബാർഗൈൻ ചെയ്യുന്ന ഒരു രീതി. അപ്പോൾ അയാളുടെ അടുത്ത് ഞാൻ പറഞ്ഞു, വേണ്ട, എൻ്റെ ദൈവം എന്നെ സഹായിക്കും, എൻ്റെ കയ്യിൽ പൈസ ഇല്ല, നിങ്ങളായിട്ടൊരു ഇടപാട് എനിക്ക് വേണ്ട. പക്ഷേ അപ്പം അയാൾ എന്നോട് പറഞ്ഞു, 25 ലക്ഷമെങ്കിലും കൊടുക്കാണ്ട് ഒരു ലിവർ നിനക്ക് ഒരിടത്തുനിന്നും കിട്ടില്ല. അങ്ങനെ കിട്ടുകയാണെങ്കിൽ നീ കൈ നൊടിച്ചോ എന്നൊക്കെ പറയാൻ അയാൾ എൻ്റെ അടുത്ത് കുറേ വർത്താനമൊക്കെ പറഞ്ഞിട്ട് പോയി. ഞാൻ പിന്നെ ആ മനുഷ്യനെ കണ്ടിട്ടില്ല. പക്ഷേ ദൈവം എനിക്ക് 10 പൈസ പോലും ഇല്ലാണ്ടിരുന്ന എനിക്ക് ലിവറും തന്നു, പൈസയും തന്നു, എൻ്റെ മകളെയും സുഖപ്പെടുത്തി. ഇന്നും ആപ സഹായിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്നു. മാത്രമല്ല എൻ്റെ ചുറ്റുമുള്ളവരുടെ യഥാർത്ഥമായ മുഖവും ചതിവും എല്ലാം എനിക്ക് മനസ്സിലാക്കി തന്നു ആ ഒരു സംഭവം കൊണ്ട്. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ആ ഒരു സംഭവം കൊണ്ട് എനിക്കും എൻ്റെ മക്കൾക്കും പുതുജീവൻ തന്ന് യഥാർത്ഥ ദൈവത്തെ, ജീവനുള്ള ദൈവത്തെ, രൂപമില്ലാത്ത എൻ്റെ ഇസ്രായേലിൻ്റെ നാഥനെ
ദൈവത്തെ കാണിച്ചു തന്നു. നിങ്ങൾക്കൊക്കെ ബൈബിളിലുള്ള ദൈവം എന്ന് പറയുന്നത് വെറും കെട്ട് കഥകളായിരിക്കാം, ക്രിസ്ത്യാനിയെ എന്നോ എവിടെയോ നടന്ന കഥ. പക്ഷേ എന്നെ സംബന്ധിച്ച് അതല്ല. അതെൻ്റെ സഹോദരരുടെ ലൈഫാണ്, എൻ്റെ പൂർവികരുടെ. നിങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ട് ബൈബിൾ വായിക്കുമ്പോൾ ഉറക്കം വരും, അല്ലെങ്കിൽ കുറേ നേരം ബൈബിൾ വായിക്കാൻ പറ്റുന്നില്ല. അത് എങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ബൈബിൾ വായിക്കുന്നത് എങ്ങോ എവിടെയോ നടന്ന ഒരു കഥ പോലെയാണോ? അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് ജീവിതത്തിൽ സുഖം തരുന്ന വാക്യങ്ങൾ മാത്രം കണ്ടുപിടിച്ച് ആശ്വസിക്കാനാണോ? നമ്മളെ വഴി നടത്തും ഈ ബൈബിള്, ജീവൻ്റെ പുസ്തകം, അതിലുള്ള നിധികൾ അത് കണ്ടെത്താം. ഒരു പ്രത്യേകതരം വ്യൂയിലൂടെയാണ് നമുക്കത് വായിക്കേണ്ടത്. അപ്പോൾ എനിക്ക് ഇതൊക്കെ എങ്ങനെ മനസ്സിലായി എന്ന് വെച്ചാൽ, ജെറുസലേമിൽ നിന്നുള്ള ആ വചനങ്ങളുടെ ആഴിയിലേക്ക് എന്നെ കർത്താവ് ആ സംഭവത്തിന് ശേഷം കൊണ്ടുവന്നു. ഞാൻ പരിചയപ്പെട്ട ദൈവത്തിനെ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ഒരു പ്രവാചികയെ കൊണ്ട് എന്നെ ദൈവം നിറച്ചു. ഞാൻ മനസ്സിലാക്കി, അന്ന് വരെ ഞാൻ മനസ്സിലാക്കിയിരുന്നത് അത്രയും നേരെ ഓപ്പോസിറ്റ് വേർഷൻ ആയിരുന്നു എന്ന് ഞാൻ അത് അന്ന് മനസ്സിലാക്കി. പിന്നീട് അങ്ങനെ ഓരോരോ സത്യങ്ങളും ഞാൻ ഇന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ബൈബിളിൽ നിന്ന് ഓരോ നിധിയെയും എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു, എൻ്റെ ആബ സഹായിച്ചിട്ട്. മനസ്സിലായോ? അപ്പോൾ അന്ന് മുതൽ, ഒരു 4 വർഷം മുമ്പത്തെ കാര്യം ഞാൻ ഈ പറയണേ, അന്ന് മുതൽ ഞാൻ എൻ്റെ തെറ്റുകൾ തിരുത്താൻ തുടങ്ങി. ഞാൻ നടന്നു വന്ന വഴികൾ തിരികെ നടക്കാൻ തുടങ്ങി. മറ്റുള്ളവർ എന്ത് പറയും എന്നൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നു അല്ലേ. പക്ഷേ ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നത്, മറ്റുള്ളവർ എന്ത് വേണമെങ്കിലും എന്നോട് പറഞ്ഞോട്ടെ, എന്നെക്കുറിച്ച് വിചാരിച്ചോട്ടെ, പക്ഷെ ദൈവം എന്നെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് ചിന്തിക്കാൻ തുടങ്ങി. വചനത്തിൽ വളർന്നു. അതുപോലെ എന്നെപ്പോലെ തന്നെയുള്ള ഒരുപാട് പേരെ ഞാൻ കണ്ടെത്തി. എന്താ പറയുക, എൻ്റെ ഒരു സ്വന്തം കുടുംബത്തിൽ എത്തിച്ചേർന്ന പോലെ ആത്മീയ സന്തോഷം അതിന് പകരം വയ്ക്കാനായിട്ട് ഈ ലോകത്തിലെ ഒരു സുഖത്തിനും പറ്റില്ല. ആ സംഭവത്തിന് മുൻപ് വിദേശ രാജ്യങ്ങളിൽ പോകാൻ ഞാൻ കുറേ നോക്കിയിരുന്നു. മക്കളെ വലിയ നിലയിലാക്കണം എന്ന് വേണ്ട പല ഇന്നത്തെ ജനങ്ങളെ പോലെ തന്നെ പല ജഡമോഹങ്ങളും എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും പിന്നെ ഇല്ലാതായി. എങ്ങനെ യഥാർത്ഥ ദൈവത്തെ അറിയിച്ചുകൊണ്ട് എൻ്റെ മക്കളെ വളർത്താം, അവർക്ക് എങ്ങനെ ഗുഡ് പേഴ്സണാലിറ്റി ഉണ്ടാക്കി കൊടുക്കാം എന്നൊക്കെയായി എൻ്റെ ചിന്ത. അതുവരെ കൊച്ചുങ്ങളുടെ മാർക്ക് കുറയുമ്പോൾ ടെൻഷൻ അടിച്ച് അവരെ അടിച്ച് കരഞ്ഞ് നമ്മൾ വിഷമിച്ച് നടന്നിരുന്ന ഞാൻ അന്ന് മനസ്സിലാക്കി മാർക്കിലൊന്നല്ല കാര്യമെന്ന്. അല്ലെങ്കിൽ മക്കൾക്ക് ചെറിയൊരു പനി വരുമ്പോഴേക്കും ടെൻഷൻ അടിക്കുന്ന ഒരമ്മയായിരുന്നില്ല പിന്നീട് എൻ്റെ ജീവിതം. എല്ലാം ഞാൻ എൻ്റെ അപ്പന് വിട്ടുകൊടുത്തു. എനിക്കറിയാം എൻ്റെ അപ്പൻ എൻ്റെ മക്കളെ നോക്കിക്കോളും, എന്നെ നോക്കിക്കോളുന്ന്. അതായത് ഒരു ചെറിയ കുട്ടി മുകളിൽ നിന്ന് അതിൻ്റെ അപ്പൻ താഴെ നിൽക്കണം, നീ ചാടിക്കോ ഞാൻ പിടിക്കാമെന്ന് പറയുമ്പോൾ ആ കുട്ടി ഒന്നും തന്നെ ചിന്തിക്കാണ്ട് മുകളിൽ നിന്ന് ചാടുമല്ലേ. അപ്പോൾ അവനറിയാം അവൻ്റെ അപ്പം പിടിക്കുന്നു. അതുപോലെയാണ് ഈ അവസ്ഥ. അതായത് എൻ്റെ ആബ നോക്കിക്കോളും എനിക്ക് ഉള്ള എല്ലാ കാര്യങ്ങളും. ഇനി എൻ്റെ ജീവിതത്തിൽ എന്താ പറയുക, മോശമായ കാര്യങ്ങളാണോ സംഭവിക്കാൻ പോകുന്നത്, കുഴപ്പമില്ല, എനിക്കൊരു പ്രശ്നമില്ലെന്നേ, കാരണം എൻ്റെ ആബ നോക്കിക്കോളും. അങ്ങനെ ഒരു ലെവലിലേക്ക് ഞാൻ ഇന്ന് എത്തി. രൂപമില്ലാത്ത ദൈവത്തെ ആരാധിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. അതിന് പ്രാക്ടീസ് തന്നെ വേണം. നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ അത് സിമ്പിളാണെന്ന് തോന്നും, പക്ഷെ അത് പറ്റില്ല. കാരണം എന്താ പറയുക, ആ രൂപത്തിലാണ് നിങ്ങളെ സാത്താൻ അടിമയാക്കി വെച്ചിരിക്കുന്നത്. സർവശക്തനായ ദൈവത്തിനെ ഒരു രൂപത്തിൽ ഒതുക്കി വെക്കാനായിട്ട് പറ്റില്ല. എന്താ പറയുക, ആബയുടെ ആ സർവശക്തനായ ദൈവത്തിൻ്റെ ഒരു ശബ്ദം പോലും ഈ ലോകത്തിന് താങ്ങാൻ സാധിക്കില്ല. അത് തകർന്നു പോകും. അപ്പോൾ സർവ മഹത്വവും വെടിഞ്ഞിട്ടാണ് മനുഷ്യന് കാണാവുന്ന രൂപത്തിലേക്ക് ദൈവം ഇറങ്ങി വരുന്നത്. അതൊരു പക്ഷെ തീയായിട്ടായിരിക്കാം, പ്രാവായിട്ടായിരിക്കാം, മേഘസ്തംഭമായിട്ടായിരിക്കാം, മനുഷ്യരൂപത്തിലായിരിക്കാം. അതെന്തുകൊണ്ടാ മനുഷ്യനോടുള്ള സ്നേഹ കൂടുതൽ കാരണം, അല്ലാതെ ആ രൂപത്തിന് പ്രാധാന്യമുള്ളത് കൊണ്ടല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സാത്താനെ നിങ്ങൾ ആ രൂപത്തിൽ ആരാധിക്കുമ്പോൾ സാത്താനാണ് അതിനകത്ത് വന്നിരിക്കുന്നത് എന്ന്. നമ്മൾ ദൈവം പ്രത്യക്ഷപ്പെടുന്ന രൂപത്തിന് പ്രാധാന്യം കൊടുത്ത് ആ രൂപത്തിനെ ആരാധിക്കാനൊന്നും പാടില്ല. ഇപ്പോൾ ദൈവം യേശുവ എന്ന മനുഷ്യനായിട്ട് വന്നു അല്ലേ. പക്ഷെ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ ദൈവമായിട്ടല്ല ജീവിച്ചിരുന്നത്. യേശുവ എന്ന പേരുള്ള ഒരു യഹൂദനായിട്ടായിരുന്നു ദൈവം ജീവിച്ചിരുന്നത് അല്ലേ. അപ്പോൾ
നമ്മൾ ആ യേശുവായുടെ രൂപത്തെ ആരാധിക്കാൻ പാടുണ്ടോ? ഇല്ല. യേശുവായുടെ രൂപത്തിനെയും ആരാധിക്കാൻ പാടില്ല. പക്ഷേ അതിലുള്ള ദൈവത്തെ നമുക്ക് കാണാൻ പറ്റണം. മനസ്സിലായോ? അതായത് ഇത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 2:6 അവിടുന്ന് ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണയുള്ളവനായി തീർന്നു. അങ്ങനെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സർവശക്തനായ ദൈവം തൻ്റെ മഹത്വം അതായത് ആ മഹത്വം താഴ്ത്തി കൊണ്ടുവരുന്നതാണ് പറയുന്നത്. ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത് കണ്ട, അതായത് തന്നെത്താൻ താഴ്ത്തി, ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തി എന്നുള്ള ആ ഒരു വാക്കുണ്ട്. അതായത് ദൈവ മഹത്വം ഉൾക്കൊള്ളാൻ ഒരു മനുഷ്യന് പറ്റില്ല എന്ന് ദൈവത്തിന് അറിയാം. അപ്പോൾ അത്രയും ദൈവം താന്ന് മഹത്വം വെടിഞ്ഞിട്ടാണ് മനുഷ്യന് കാണാവുന്ന ഒരു രൂപത്തിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. അല്ലാതെ ദൈവം എന്താ പറയുക, മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തിനെ ഒരു രൂപത്തിൽ ഒതുക്കി വെക്കാനോ സൃഷ്ടിക്കാനോ മനുഷ്യന് പറ്റില്ല. എന്ത് മണ്ടത്തരമാണത്. അതുപോലെ തന്നെ ഇതുപോലെ തന്നെ ഒരു കാര്യം തന്നെയാണ് ദൈവത്തെ നീയെ അവൻ എന്നൊക്കെ വിളിക്കുന്നത് അല്ലേ. അതൊരു മലയാളം ട്രാൻസ്ലേഷൻ്റെ പ്രോബ്ലമാണ്. നമ്മുടെ ബൈബിളിലൊക്കെ ദൈവത്തെ നീ അവൻ പാട്ടുകളിലും ഒക്കെ അങ്ങനെയാണ്, എല്ലാം നമുക്ക് കാണാൻ സാധിക്കില്ല അല്ലേ. പക്ഷെ അവിടെയൊക്കെ നമ്മൾ ആ ബൈബിൾ വായിക്കുമ്പോൾ നമ്മളത് മാറ്റി അവൻ എന്നുള്ളത് എടുത്ത് അവിടുന്ന്, അങ്ങ് എന്നൊക്കെ വേണം നമ്മൾ വിളിക്കാൻ. അതുപോലെ തന്നെ യേശു എന്നല്ലല്ലോ പേര്. ഹീബ്രു ഭാഷയിൽ യേശുവ എന്നായിരുന്നു. ദൈവം യഹൂദനായ യേശുവ എന്ന മനുഷ്യനായിട്ടാണ് വന്നത്. യഥാർത്ഥ പേര് യേശുവ എന്നാണ്. അപ്പോൾ അത് നമുക്കും ഇപ്പോഴാണ് അറിവ് കിട്ടിയത്. അപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ അവിടെ യേശു എന്നോ ജീസസ് എന്നോ എന്താ പറയുക വേറെ പേരുകളൊന്നും മാറ്റി വിളിക്കാൻ പാടില്ല. അപ്പോൾ അതിനൊക്കെ എന്ത് വേണം? ദൈവഭയം വേണം. ദൈവത്തെ കയറി നീ എന്നും അവനെന്നും വിളിക്കാനുള്ള, അല്ലെ വിളിച്ചാൽ എന്തൊക്കെയാണ് ഭവിഷ്യത്തുകൾ, അല്ലെങ്കിൽ എന്താ പറയുക, ആ ഒരു ബഹുമാനം കൊടുക്കാതിരിക്കണമെങ്കിൽ, ദൈവത്തിന് ബഹുമാനം കൊടുക്കണമെങ്കിൽ ദൈവഭയം വേണം. അറ്റ്ലീസ്റ്റ് എന്താ പറയുക, നാം എപ്പോഴും നമ്മളെ എല്ലാം ക്ഷമിക്കുന്ന ദൈവത്തെയാണ് സഭ നമ്മളെ പഠിപ്പിച്ചു തരുന്നത് അല്ലേ. എപ്പോഴും ദൈവം ക്ഷമിക്കും, എല്ലാം ക്ഷമിക്കും. അതുപോലെ എപ്പോഴും സൗഖ്യം തരുന്ന വാക്യങ്ങളൊക്കെ എടുത്തിട്ടായിരിക്കും നിങ്ങളോട് സമാധാനിപ്പിക്കുക, എന്താ പറയുക, സംസാരിക്കുകയൊക്കെ ചെയ്യുക. പക്ഷേ ഈ പാപമൊക്കെ ചെയ്യുന്ന നിന്നെ ശിക്ഷിക്കാൻ, വിധിക്കാനാണ് ഇനി ദൈവം വരുന്നത്. അത് നീ മനസ്സിലാക്ക്. അല്ലാതെ എപ്പോഴും നിന്നോട് ക്ഷമിക്കാനല്ല. ദൈവഭയം ഉള്ളവനായിട്ട് തീര്. യെസ് എന്ന് പറയേണ്ടടുത്ത് യെസ് എന്നും നോ എന്ന് പറയേണ്ടടുത്ത് നോ എന്നും പറയാൻ നിങ്ങൾക്ക് സാധിക്കണം. ശത്രുക്കളെ സ്നേഹിക്കണം എന്ന് ദൈവം പറഞ്ഞതിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കണം. അല്ലാതെ ശത്രുവിൻ്റെ രൂപത്തിൽ വരുന്ന സാത്താനെ സ്നേഹിക്കാനല്ല ദൈവം പറഞ്ഞത്. ആ സാത്താനെ എങ്ങനെ നേരിടണമെന്നാണ് നിങ്ങൾ പഠിക്കേണ്ടത്. സങ്കീർത്തനം 18:25 പറയുന്നുണ്ട്, ദൈവം ദയാലുവിനോട് ദയാലുവും നിർമ്മലനോട് നിർമ്മലനും അതുപോലെ തന്നെ വക്രനോട് വക്രത കാണിക്കുന്നവനുമാകുന്നു എന്നാണ് പറയണത്. മനസ്സിലായി? അപ്പോൾ ദൈവമക്കളായ നമ്മളും അങ്ങനെ തന്നെ വേണം. വക്രത കാണിക്കുന്നവന് വക്രതയോട് കൂടി തിരിച്ചു കൊടുക്കണം നമ്മൾ. അതായത് സാത്താൻ മനുഷ്യരൂപത്തിൽ വരുമ്പോൾ അവന് നല്ലത് കൊടുക്കണമെന്നാണ് പറയുന്നത്. അതാണ് ദൈവമക്കൾ, ദൈവത്തിൻ്റെ സ്വഭാവം കാണിക്കുന്ന മക്കൾ. 1 Korinthos 1:27 പറയുന്നില്ലേ, എന്താണ്? ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു, ബലമുള്ളതിനെ തോൽപ്പിക്കാൻ ബലഹീനരായ നമ്മെ തിരഞ്ഞെടുത്തു അല്ലേ. അപ്പം അതുപോലെ തന്നെയാണ് ലോകം ഭോഷരെന്ന് മുദ്ര കുത്തുന്ന നിന്നെ ദൈവം ബുദ്ധിമാനായി തിരഞ്ഞെടുത്തു എങ്കിൽ നീയും ദൈവത്തെ പോലെ തന്നെയാണ് ആകേണ്ടത്. എന്നെ പറ്റി എന്തു പറയുന്നു എന്ന് ചിന്തിക്കാൻ നിൽക്കരുത്. അതൊന്നും ചിന്തിക്കാതെ ആത്മാവിൻ്റെ ബലം കൂട്ടാൻ ശ്രമിക്കണം. അപ്പോൾ ഞാൻ നിർത്താണ്. അപ്പോൾ നിങ്ങളൊന്നും ഓർക്കുക, ഒരു സൃഷ്ടിയും സൃഷ്ടാവിനേക്കാൾ വലുതല്ല. ഒരു രൂപത്തെയും ആരാധിക്കരുത്, അല്ലെങ്കിൽ ഒരു രൂപത്തിലും ദൈവത്തെ കാണാൻ ശ്രമിക്കരുത്. നിങ്ങൾക്ക് തെറ്റിപ്പോകും. അതായത് രൂപമില്ലാതെ പഠിക്കാൻ, പ്രാർത്ഥിക്കാനും ആരാധിക്കാനും നിങ്ങൾ
പ്രാക്ടീസ്ഡ് ആയിരിക്കണം. എപ്പോഴും നമുക്ക് പറ്റിയ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് എൻ്റെ ജീവിതത്തിലുണ്ടായ സാഹചര്യമാണ് ഞാൻ പറഞ്ഞത്. ഞാനും അന്നാ മനസ്സിലാക്കിയത് ഒരു രൂപമില്ലാണ്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലല്ലോ ദൈവമേ എന്ന്. നിങ്ങൾ രൂപമില്ലാതെ പ്രാർത്ഥിച്ച് നോക്കൂ. ഒരു രൂപത്തിലും ദൈവത്തെ കാണാൻ പാടില്ല. ദൈവം അരൂപിയാണ്. ദൈവം അരൂപിയാണെന്ന് 10 വട്ടം പഠിച്ചിട്ടും നമ്മൾ ആ രൂപത്തിൽ നോക്കി ദൈവത്തെ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ ഒന്ന് ഓർക്കണം ക്രിസ്ത്യാനി, നിങ്ങളുടെ ആ രൂപത്തിൽ വന്നിരിക്കുന്നത് സാത്താനാണ്. നിങ്ങൾക്ക് അനുഗ്രഹം തരുന്നതും സാത്താനാണ്. കാരണം അവൻ്റെ ലക്ഷ്യം ഏക സത്യ ദൈവത്തെ നിങ്ങളെ കൊണ്ട് ആരാധിപ്പിക്കാതിരിക്കുക എന്നതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. രൂപത്തിനല്ല പ്രാധാന്യം, അതിലുള്ള ദൈവത്തിനാണ്, ദൈവസ്നേഹത്തിനാണ് പ്രാധാന്യം. അപ്പോൾ യേശുവായുടെ രൂപത്തിനെയും അതുപോലെ മാതാവിൻ്റെ രൂപത്തിൽ എന്തായാലും എല്ലാം വിഗ്രഹാരാധന തന്നെയാണ്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, വിഗ്രഹത്തിൽ നിങ്ങൾ ദൈവത്തെ കാണരുത്. ദൈവത്തിന് പ്രത്യേകിച്ചൊരു രൂപമില്ല. അല്ലാതെ രൂപമില്ലാത്ത ദൈവത്തിനെ പ്രാർത്ഥിക്കാനും എപ്പോഴും വർത്താനം പറയാനും ഒക്കെ പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ ഒരു പുതിയ മനുഷ്യനായിട്ട് ദൈവസ്നേഹം അനുഭവിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തോദാറബ്ബ ഞാൻ നിർത്താണ്. ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്ന ഹീബ്രു വേർഡ് ഹഷേം എന്നാണ്. HASHEM. അതിൻ്റെ അർത്ഥം നെയ്യും. ഇത് നെയ്യും എന്നാണ്, പേര് എന്നാണ്. അതായത് യഹൂദര് ദൈവത്തിനെ പേര് ചൊല്ലി വിളിക്കില്ല. YHWH എന്ന അക്ഷരം, യൂത്ത് ഹേ വൗ ഹേ. അപ്പോൾ ഈ അക്ഷരം കൊണ്ടാണ് അവർ ഉച്ചരിക്കുക. അവർ ദൈവത്തെ പേര് വിളിക്കില്ല, അവർക്ക് അറിയില്ല, അവർ അത് ഉച്ചരിക്കാറുമില്ല. അത്ര ബഹുമാനമാണ് ദൈവത്തോട്. അപ്പോൾ ഈ ഹഷേം എന്ന് അവർ ഉച്ചരിക്കുന്നത് ഓൾ മൈറ്റി, സർവശക്തൻ എന്ന അർത്ഥത്തിലാണ്. അദോനായ്. അതുപോലെ തന്നെ നമ്മൾ ബൈബിള് വായിക്കുമ്പോൾ പഴയ നിയമത്തിൽ യഹോവ എന്ന് കാണും. ആ യഹോവ എന്നും നമ്മൾ പറയാൻ പാടില്ല. അദോനായ്, ദൈവത്തിന് അദോനായ് എന്ന് നമ്മൾ വിളിക്കണം. സർവശക്തനായ ഓൾ മൈറ്റി എന്ന അർത്ഥമാണ് ഹഷേം എന്ന് അർത്ഥത്തിലാണ് അവർ അത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നിർത്താണ്. അപ്പോൾ നമ്മൾ അതുപോലെ ഗോഡ് എന്നും നിങ്ങൾ ഉച്ചരിക്കരുത്. ഗോഡ് എന്ന് പറയുന്നത് ഒരു മുൻപ് ആരാധിച്ചിരുന്ന ഒരു ദേവനാണ്. വേറൊരു ദേവൻ്റെ പേരാണ്. ഈ ഗോദ് എന്ന് പറയുന്ന ഒരു ദേവനിൽ നിന്നാണ് ഗോഡ് ഉത്ഭവിച്ചത്. അപ്പോൾ ഗോഡ് ബ്ലസ് യു എന്നൊന്നും നിങ്ങൾ ഉച്ചരിക്കരുത്. അതും ഒരു വ്യാജനായ വിഗ്രഹ ആരാധനയാണ്. അയാളെ എന്താ പറയുക, അയാളെ ആരാധിച്ചിരുന്നവരാണ് അങ്ങനെയൊക്കെ ആക്കിയെടുത്തേക്കുന്നത് നമ്മുടെ ജീവിതത്തിലൊക്കെ. അപ്പോൾ ഗോഡിന് പകരം നിങ്ങൾ ലോഡ് എന്ന് ഉപയോഗിച്ചോ. അപ്പോൾ അത് കുഴപ്പമില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെപ്പോഴും ബൈബിൾ വായിക്കുമ്പോൾ ഇതെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം ബൈബിളൊക്കെ വായിക്കാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ശബാത് ശലോം. ഞാൻ നിർത്താണ്. തോദാ റബ്ബ.